വചനമൊഴി. നോമ്പുകാലം 3-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 7:6-24, ജോഷുവ 5:13, 6:5, റോമ 7:14-25, മത്തായിയുടെ സുവിശേഷം 20:17-28. നോമ്പുകാലം 3-ാം ഞായറാഴ്ച സുവിശേഷം നമ്മുടെ മുൻപിൽ പങ്കുവയ്ക്കുന്നത് ഈശോ തന്റെ ദൗത്യം പൂർത്തീകരണത്തിനായി ജെറുസലേമിലേക്ക് യാത്രയാകുന്നതിനെ കുറിച്ചും മിശിഹായുടെ രാജ്യത്തിൽ പങ്കാളിയാകുന്നതിനും വലിയവനാകുന്നതിനും ഒരുവനുണ്ടായിരിക്കേണ്ട യോഗ്യത എന്താണെന്നും സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്നതുകൊണ്ട് ഈശോ അർത്ഥമാക്കുന്നത് എന്താണെന്നുമെല്ലാമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണം തിന്മ പെരുകുമ്പോൾ ദൈവം ഇടപെടുമെന്നും അവിടുന്ന് തിന്മയെ നശിപ്പിക്കുകയും നന്മയെ പരിരക്ഷിക്കുകയും ചെയ്യുമെന്ന സന്ദേശം നൽകുന്നതിന് വിശുദ്ധ ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്ന വെള്ളപ്പൊക്ക വിവരണത്തിൽ നിന്നുമുള്ള ഭാഗമാണ്. തിന്മയുടെ പിടിയിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന സന്ദേശമാണ് വെള്ളപ്പൊക്ക വിവരണത്തിലൂടെ ഗ്രന്ഥകർത്താവ് നൽകുന്നത്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നൽകുന്നതിന് തയ്യാറാക്കിയ പേടകം സ്ലീവായുടെ പ്രതിരൂപമാണ്. തിന്മയുടെ മേൽ മിശിഹ നേടുന്ന വിജയത്തിന്റെ പ്രതീകമാണ് വെള്ളപ്പൊക്കത്തിന്റെ വിവരണവും തുടർന്നുള്ള പുനഃസൃഷ്ടിയും. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ വായനയിൽ ഇസ്രായേൽ ജനം ജെറീക്കോ പട്ടണം കീഴടക്കുന്നതിനുള്ള പദ്ധതിയാണ് വിവരിക്കുന്നത്. കർത്താവിന്റെ വചനമനുസരിച്ച് പ്രവർത്തിച്ച് ശക്തമായ കോട്ടയെ തകർക്കുന്നു. വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന ജെറീക്കോ കോട്ടയുടെ കാര്യമാണിത്. നോമ്പുകാലം ദുഷ്ടതയുടെ കെട്ടുകൾ തകർക്കുന്നതിനുള്ള കാലമാണ് എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ഉള്ള വായനയിൽ നോമ്പുകാലം 1-ാം ഞായറാഴ്ച നാം ശ്രവിച്ചതാണ്. യഥാർത്ഥ വാഗ്ദത്ത നാടായ സ്വർഗരാജ്യം നേടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ദുഷ്ടതയുടെ കോട്ടകൾ കർത്താവിന്റെ ശക്തിയിൽ ശരണപ്പെട്ട് ദൈവവചനമനുസരിച്ച് പ്രവർത്തിച്ചാൽ തകർക്കുവാൻ സാധിക്കും എന്ന സന്ദേശമാണ് ഇന്ന് ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമുള്ള വായനയിലൂടെ നാം തകർക്കേണ്ട ദുഷ്ടതയുടെ കോട്ടകൾ എന്താണെന്നാണ് പ്രബോധിപ്പിക്കുന്നത്. ഇച്ഛിക്കുന്ന നന്മകൾ ചെയ്യാൻ പറ്റാതെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നതിനെ കുറിച്ചാണ് സ്ലീഹ പറയുന്നത്. നാം ഇച്ഛിക്കാത്തത് ചെയ്യുന്നത് തിന്മ നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ്. ആത്മാവിന്റെ പ്രേരണയെ നിഹനിക്കുന്ന വിധത്തിൽ തിന്മയുടെ പ്രലോഭനം നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ്. പാപത്തിന്റെ നിയമത്തിന് ഒരുവനെ തടവുകാരനാക്കിയിരിക്കുന്ന ജഡത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് മോചനം നേടുന്നതാണ് ദുഷ്ടതയുടെ കോട്ടകൾ തകർക്കുന്നത്. ലോകത്തിൻ്റെതായ വിധത്തിൽ ചിന്തിച്ചുകൊണ്ട് ഈശോയുടെ പക്കൽ വന്ന സെബെദീപുത്രന്മാരുടെ അമ്മയുടെ ആവശ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് എപ്രകാരമാണ് ലൗകികതയുടെ താല്പര്യങ്ങളെ തകർത്തുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ ശിഷ്യന്മാർ വർത്തിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ സുവിശേഷം പങ്കുവെക്കുന്നത്. ഈശോയുടെ കുരിശുമരണത്തെ പറ്റിയുള്ള 3-ാമത്തെ പ്രവചനത്തോടെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. തുടർന്ന് ശിഷ്യത്വത്തെ പറ്റിയുള്ള ഈശോയുടെ നിരീക്ഷണം. ഇതിനെ തുടർന്ന് വരുന്ന ഭാഗത്ത് വിശുദ്ധ സുവിശേഷത്തിൽ ഈശോ ജെറീക്കോയിലെ അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് വിവരിക്കുന്നത്. ഇതിന്റെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നത് അന്ധരായ സെബെദീപുത്രന്മാരുടെയും മറ്റ് ശിഷ്യന്മാരുടെയും പ്രതീകമായിട്ടാണ് ജെറീക്കോയിലെ അന്ധൻ നിൽക്കുന്നത്. പ്രതീകാത്മകമായി ഈശോ ശിഷ്യന്മാരുടെ കണ്ണുകൾക്കാണ് കാഴ്ച നൽകുന്നത്. ഈശോ വിശുദ്ധ നഗരമായ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നതാണ് പീഡാനുഭവ പ്രവചനം. തന്റെ യാത്രയുടെ ലക്ഷ്യവും തനിക്ക് അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും ഈശോയ്ക്ക് വ്യക്തമായി അറിയാം. പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും ഈശോ മുൻകൂട്ടി കാണുന്നു. കുരിശിലെ മഹത്വീകരണമാണ് ഈശോയുടെ ലക്ഷ്യം. തന്നെ കാത്തിരിക്കുന്നത് കടുപ്പമേറിയ മരണമാണെന്ന് ഈശോയ്ക്കറിയാം. പക്ഷേ ഈശോ ഉറച്ച തീരുമാനത്തോടെ യാത്ര തുടരുന്നു. കാരണം ലക്ഷ്യം അറിയാവുന്നവൻ കടുത്ത പ്രതിസന്ധികളിൽ പോലും പിന്തിരിയില്ല.
കുരിശിലൂടെയുള്ള ലോകത്തിന്റെ രക്ഷയാണ്, കുരിശിലെ മഹുദ്ധീകരണമാണ് അവിടുത്തെ ലക്ഷ്യം. ഈശോ തന്റെ ശിക്ഷ സമൂഹത്തെ ഉറപ്പിക്കുന്നത് പത്രോസിന്റെ ആഴമേറിയ വിശ്വാസത്തിന്മേലാണ്. ഈ ചെറിയ സമൂഹത്തിന്റെ സ്വഭാവം തന്റെ 3 പീഡാനുഭവ പ്രവചനത്തിലൂടെ ഈശോ പ്രഖ്യാപിക്കുന്നു. കുരിശിനെ അഭിമുഖീകരിക്കേണ്ട സമൂഹം, പക്ഷേ ശിഷ്യന്മാർക്ക് ഈശോയുടെ ആഗ്രഹത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഈ ഒരു സാഹചര്യം വിവരിക്കുന്നതാണ് 3-ാമത്തെ പീഡാനുഭവ പ്രവചനത്തെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ. ഇവിടെ ശിഷ്യന്മാർ പ്രതിഫലം ആവശ്യപ്പെടുന്നു. ഉയർന്ന സ്ഥാനം, ദൈവത്തിന്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള ആഗ്രഹം, ദൈവരാജ്യത്തിൽ ഈശോയുടെ ഇടത്തും വലത്തുമുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുവാനുള്ള ആഗ്രഹം, താൻ ഏൽക്കാൻ പോകുന്ന വേദനയുടെ, തിരസ്കരണത്തിന്റെ നൊമ്പരങ്ങൾ പങ്കുവെക്കുമ്പോഴും ശിഷ്യന്മാർ സ്ഥാനമാനങ്ങളെ പറ്റി ചിന്തിക്കുന്നു. ഈശോ എന്നും അവസാനക്കാരനാകാൻ ആഗ്രഹിക്കുന്നു, ശുശ്രൂഷിക്കാനും ജീവൻ കൊടുക്കുവാനും. പക്ഷേ ശിഷ്യന്മാർ എന്നും വലിയവരാകാൻ, ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശിഷ്യന്മാർ അന്ധരായിത്തീരുന്നു. അവർക്ക് ദൈവരാജ്യത്തിന്റെ സ്വഭാവത്തെ അറിയുവാനുള്ള ഉൾക്കാഴ്ചയില്ലാതെ പോകുന്നു. ഈ അന്ധർക്കാണ് ഈശോ കാഴ്ച നൽകുന്നത്. ശിഷ്യന്മാരുടെ ആഗ്രഹവും ശ്രദ്ധിക്കുക. ഒരുവൻ വലതുവശത്തും അവൻ ഇടതുവശത്തും. രാജ്യത്തിലെ ഉന്നതമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് സെബെദീപുത്രന്മാരുടെ അമ്മയുടെ ഈ അഭ്യർത്ഥന. ഇത് ഘടനയ്ക്ക് വേണ്ടിയുള്ള താല്പര്യമാണ്. നേതൃത്വ ഘടനയിലെ മുന്തിയ സ്ഥാനമാനങ്ങൾ തേടി വരുന്ന സെബെദീപുത്രന്മാരോട് ഈശോ പറയുന്നു, ജനതകളുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം സ്ഥാപിക്കുന്നു, അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നു. ഈശോ സ്ഥാപിക്കുന്ന രാജ്യത്തിൽ ആരായിരിക്കും പ്രഥമ സ്ഥാനീയരെന്ന് ഒരു തർക്കം ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ രാജ്യത്തിൽ തന്റെ മക്കൾക്ക് ഉന്നതമായ സ്ഥാനം നൽകണമെന്ന ശുപാർശയുമായി എത്തുന്ന സെബെദീപുത്രന്മാരുടെ മാതാവിനോട് നൽകുന്ന മറുപടിയിലൂടെ ദൈവരാജ്യത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ഈശോ വിശദീകരിക്കുന്നു. ദൈവരാജ്യം സ്ഥാനമാനങ്ങളുടേതല്ല, മറിച്ച് പിതാവിന്റെ ഹിതത്തിന് അനുസരിച്ചാണ്. ഈശോയുടെ വചനങ്ങൾ കേട്ട് അവിടുത്തെ പിന്തുടരുന്നവർ, അവിടുത്തെ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവർ എപ്രകാരമുള്ളവരായിരിക്കണമെന്നും ഈശോ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നവരാകരുത് ഈശോയുടെ ശിഷ്യന്മാർ, മറിച്ച് തന്റെ തന്നെ പാത പിന്തുടർന്ന് എല്ലാവർക്കും ശുശ്രൂഷ നൽകുന്ന വ്യക്തികളായി മാറണം എന്നാണ് ഈശോ പ്രബോധിപ്പിക്കുന്നത്. മഹത്വം ലഭിക്കുന്നത് സഹനത്തിലൂടെയാണ്, സ്വന്തം ജീവിത കടമകൾ പൂർത്തിയാക്കുന്നതിലൂടെയാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നു. ദൈവരാജ്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായി അറിവില്ലാത്ത സെബെദീപുത്രന്മാരും അമ്മയും ഈശോയുടെ അടുത്തെത്തി അവിടുത്തെ മഹത്വത്തിൽ ചേർക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ ഈശോ അവരോട് പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾ ചോദിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ സാധിക്കുമോ? ഈശോയുടെ മരണത്തിൽ പങ്കുപറ്റുവാൻ സ്ലീഹന്മാരായ യാക്കോബിനും യോഹന്നാനും സാധിക്കുമോ എന്നാണ് ഈ ചോദ്യങ്ങളുടെ യഥാർത്ഥ പൊരുൾ. പാനപാത്രം എന്ന പദം ഇവിടെ അർത്ഥമാക്കുന്നത് സഹനത്തിന്റെയും മരണത്തിന്റെയും പാനപാത്രമാണ്. മത്തായിയുടെ സുവിശേഷം 26:39 ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. പാനപാത്രം സഹനത്തിന്റെ, മരണത്തിന്റെ അടയാളം തന്നെയാണ്. ഈശോയുടെ പീഡാനുഭവത്തിലും സഹനത്തിലും മരണത്തിലും പങ്കുചേരുമ്പോഴാണ് ഒരാൾ അവിടുത്തെ മഹത്വത്തിലും പങ്കുചേരുന്നത്. മഹത്വത്തിന്റെ വഴി കുരിശിന്റെ വഴിയാണ് എന്ന് സാരം. ഈ സുവിശേഷ ചിന്ത നോമ്പുകാലത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കട്ടെ. കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്ത് മഹത്വത്തിന്റെ ഉത്ഥാനം അനുഭവിക്കുവാൻ നമുക്ക് ഇടവരട്ടെ. നാം നടത്തുന്ന സേവനവും സ്വയം സമർപ്പണവും ശൂന്യവൽക്കരണവുമൊക്കെ നമ്മെ സ്വർഗരാജ്യത്തിൽ വലിയവരാക്കുന്നതിന് ഇടയാകട്ടെ. നോമ്പിന്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ
നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.